ഹായ് ഹലോ, രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് 17ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പോൾ ഒരു കുട്ടി എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ട് പറയണ്ടായി, അവൾക്ക് ചെറിയ കുട്ടിയാണ്. അപ്പൊ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ പറയാതെ അമ്മേ പെട്ടെന്ന് ചെയ്യാൻ പറ്റും വേണം. മുടി അവൾക്ക് പ്രസവിക്കുകയൊക്കെ ചെയ്തിട്ട് കൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ട്, അതുപോലെ തുമ്പ് പൊട്ടി നിൽക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി തരും വേണം. അങ്ങനെ അമ്മ സിമ്പിൾ ആയിട്ടുള്ള വല്ല ടിപ്പും പറയുമെന്ന് അപ്പൊ പറയണ കുട്ടി. അങ്ങനത്തെ പാക്ക് മതി അമ്മേ നമുക്ക് തന്നെ. ശരി, നമ്മൾ 15 ദിവസം അത്യാവശ്യം നല്ല കട്ടിയിലുള്ള പാക്കുകൾ തന്നെയാണ് അല്ലേ ചെയ്തത്. മഴക്കാലം തണുപ്പാണ്. അപ്പൊ ചെറിയ കുട്ടിക്ക് അവൾക്ക് പനിച്ചാൽ കുട്ടിക്ക് പനിക്കൊക്കെ ചെയ്താലോ തണുപ്പ് വല്ലാത്ത കോൾഡ് വരുമോന്ന് അവൾക്ക് പേടി. കുറച്ചു നേരം തലയിൽ 20 മിനിറ്റ് വെക്കുമ്പോഴേക്ക്. അപ്പൊ സിമ്പിൾ പാക്ക് പറയും അമ്മ, ഉണ്ടാക്കാനും പ്രയാസം, എന്തേലും വന്നാൽ സമയവും കുറവ്, കുട്ടിക്ക് പനിച്ചാലും ബുദ്ധിമുട്ടെന്നൊക്കെ പറയാണ്. അപ്പൊ ശരി, അവള് സെപ്പറേറ്റ് ആയിട്ട് ഇന്നെ വിളിച്ചിരുന്നാണ് കേട്ടോ. അമ്മ എന്തേലും ഒരു സിമ്പിൾ പറയും അമ്മേന്ന്. അപ്പൊ ആയിക്കോട്ടെ, നമ്മൾ എല്ലാവരുടെയും കാര്യം നോക്കണം അല്ലേ. നമുക്കിപ്പോ കുട്ടികൾ വലുതായി, നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. അപ്പൊ എന്താ, നമ്മ ഇന്ന് പേക്കുകൾ വേഗം പേക്ക് എന്താ വെച്ചിട്ട് വേഗം പറയാണ് കേട്ടോ. കണ്ടോ, അതിന് നമുക്ക് വേണ്ടത് കണ്ടോ, നല്ല ഇത് ആര്യവേപ്പിന്റെ ഇല, അതായത് കയക്കണ വേപ്പിന്റെ ഇല. ഇതുള്ളവർ ഇതന്നെ എടുത്തോളൂ. ഇതില്ലെങ്കിൽ ഇതിന്റെ സ്ഥാനത്ത് നിങ്ങൾ പേരയില എടുത്തോളൂ. അതും ഇല്ലാത്തവരെ കറിവേപ്പില എടുത്തോളൂ. ഇത് മൂന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും ഇന്ന് ഇപ്പൊ എന്താ, മഴക്കാലത്തെ രാജാവാട്ടോ നമ്മൾ ആര്യവേപ്പില ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. ആര്യവേപ്പില ഉണ്ടെങ്കിൽ നമ്മളെ മുടിയിലത്തെ താരൻ പോവും, നമ്മളിത് എന്താ പറയുക, തലയോട്ടി ചൊറിയുന്നുണ്ടല്ലോ ചിലവർക്ക് ഇല്ലേ, ആ തലയോട്ടി ചൊറിച്ചിൽ മാറും, താരൻ പോവും, മുടി കൊഴിച്ചിൽ മാറും. അതേപോലെ നമുക്ക് മുടിക്കായ അടക്കം ഈ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്യണം വെച്ചാൽ കൊഴിഞ്ഞു പോണൊരു അത്രയും ബെസ്റ്റ് സംഭവം കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ഇവൻ തന്നെയാണ്. രണ്ടാമത് നമുക്ക് എത്ര ചെമ്പരത്തി പൂവ് ഉണ്ടോ വെച്ചാൽ അത്ര എടുക്കാട്ടോ. എനിക്ക് ഇന്ന് ഒരു ചെമ്പരത്തി പൂവേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് തോനെ ചെമ്പരത്തി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അതാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമ്മൾ ഇതാ ഇന്നലെ ഇപ്പോൾ സ്പൂൺ ഉണ്ടല്ലോ, ഇന്നലെ രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. നമ്മളെ ഉലുവയാണേ, ഇത് കുതിർന്ന ഉലുവയാണ് കേട്ടോ. ഇതിലേക്ക് കണ്ടോ, തലേ ദിവസം നമ്മൾ കുതിർത്ത ഉലുവയാണ് കേട്ടോ. അത് കാണാല്ലേ, നമ്മൾ ഒരു സ്പൂൺ ഉലുവ, നിങ്ങൾക്ക് മുടിക്ക് അനുസരിച്ചിട്ട്. ഇത് ഒരുപാട് വേണ്ടല്ലോ. നമ്മൾ ഇനി ഇത് എന്താ ചെയ്യാച്ചാല്, ഈ ഉലുവ അടുപ്പത്ത് വെക്കുകയാണ്, നമ്മൾ തിളപ്പിക്കുകയാണ്. തിളപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്ന് എത്ര ഇല വേണം വെച്ചാൽ നിങ്ങളൊരു മൂന്ന് കോച്ചിലിന്റെ ഇല എടുക്കുക കേട്ടോ. ഈ കഴിക്കണ വേപ്പിന്റെ ഇല, ചെമ്പരത്തിപ്പൂ 2 or 3 ഉള്ളവർ അത് എടുക്കുക. നന്നായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിനെ കുറുക്കിയിട്ട് 1/2 ഗ്ലാസ് ആക്കുക. നമുക്ക് അത്രയല്ലേ വേണ്ട, തലയോട്ടിയിൽ തേച്ചാലും മതി കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ ഇലകളിൽ അപ്ലൈ ചെയ്യുക, ഒരു ദോഷവും. അപ്പൊ നമുക്ക് അത് തിളപ്പിച്ചിട്ട്, ഞാൻ തിളപ്പിക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ, കറണ്ട് പോയി ഇവിടെ. അപ്പൊ ഇനി അവിടെ ഇരുട്ടാവും. ഇനി തിളപ്പിച്ചിട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇതാ ചെമ്പരത്തി പൂവൊക്കെ കണ്ടോ ആയിരുന്നത്. ഞാൻ എന്താ തിളപ്പിച്ച് ചെമ്പരത്തിയുടെ പൂവിന്റെ കളർ കണ്ടൊക്കെ മാറി കണ്ടോ, ഒരു വെള്ള കളറിലേക്ക് വന്നു. എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങി. ഒന്ന് തണുപ്പിച്ചിട്ട് ആറിയിട്ടാട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന. കണ്ടോ, വെള്ളത്തിന്റെ കളറൊക്കെ മാറി കണ്ടോ, ഒരു മഞ്ഞയും ചുവപ്പും കളർന്ന വെള്ളമായി. അപ്പൊ ഇങ്ങനത്തെ വെള്ളമായി. ഇത് നമുക്കിനി അരിച്ചെടുക്കുക. ഇന്ന് നമുക്ക് തുണിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഇങ്ങനെ അരിച്ചാലും മതി. കണ്ടോ, ഇത് നമുക്ക് ഇന്ന് കണ്ടോ ഒരു നല്ലൊരു കൊഴുപ്പുള്ളൊരു ഇതാട്ടോ. ഉണ്ടല്ലോ, ഒരു ജെല്ല് പോലെ തന്നെയാണ്. കാരണം ഉലുവ തിളപ്പിക്കുമ്പോൾ ഒരു ജെല്ലായി മാറും. പിന്നെ ചെമ്പരത്തി പൂവുണ്ട്, അത് ജെല്ലായി മാറും. പക്ഷെ നമ്മൾ ഈ കഴിക്കണ വേപ്പിന്റെ ഇല ഒരിക്കലും ജെല്ലാവണില്ല കേട്ടോ. അത് അതുണ്ടാവുകൊണ്ടാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് 1/2 ഗ്ലാസ് ആവുന്നവരെ തിളയ്ക്കാൻ പറഞ്ഞത്, എന്നാലേ അതിന്റെ സത്ത് ഇതിലേക്ക് ഇറങ്ങുള്ളൂ. കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കണ്ടോ, ഇതിലേക്ക് ആവണ്ട. കണ്ടല്ലോ, അപ്പൊ കണ്ടോ, ഒരു കൊഴുപ്പുള്ളൊരു ഇതാട്ടോ. കണ്ടില്ലേ, കണ്ടോ, ഒരു നല്ല കൊഴുപ്പുള്ള സംഭവം കേട്ടോ. അതങ്ങനെ. അപ്പൊ ഇനി നമ്മളിത് എങ്ങനെ തേക്കാന്ന് പറയട്ടെ. അപ്പോൾ ആദ്യം കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ്, എല്ലാവരും കാണട്ടെ. എല്ലാവരും പരീക്ഷിച്ച് നോക്കിയാൽ മുടി വളർന്നോട്ടെ എല്ലാവർക്കും വെച്ചിട്ടാണ് അമ്മയ്ക്ക് ഈ പ്രായത്തിൽ ഒരുപാട് മുടി വളരാനുള്ള ആഗ്രഹം കൊണ്ടല്ല. പക്ഷേ 40 ഒക്കെ കഴിഞ്ഞവർക്കും നമ്മളൊരു 70 വയസ്സ് വരെയെങ്കിലും മുടി നല്ല ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ കറുപ്പിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ കറുത്ത മുടിയായിട്ട് തന്നെ നടക്കാം, ചെറുപ്പം തോന്നിക്കും അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും പുതുതായിട്ട് കാണുന്നവരൊക്കെ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ മക്കളെ. അമ്മയ്ക്ക് ഇന്നാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് ഇതെങ്ങനെ തേക്കാന്നുള്ളത് അമ്മ പറഞ്ഞു തരാണ് കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടോ, ആദ്യം കാണുന്നവരാച്ചിട്ടാണ് അമ്മ അങ്ങനെ പറയണത്. രണ്ടാമത് പിന്നെ നമ്മള് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ പങ്കെടുക്കണവർക്ക് ഇത് ഒരു കുഴപ്പമില്ല, അമ്മ എന്താ കാട്ടുകയെന്ന് ഏകദേശം മനസ്സിലാവും. പക്ഷെ പുതിയ ആൾക്കാർക്ക് കണ്ടല്ലോ, നമ്മള് നന്നായിട്ട് മുടി കണ്ടല്ലോ
കൂടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചീർപ്പുകൊണ്ട് ചീന്തുക ആദ്യം, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു ചീർപ്പുകൊണ്ട് കൂടൊക്കെ കളഞ്ഞതിന് ശേഷം ചീന്തുക. നല്ല വെള്ളം കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ കഴുകിയിലിട്ടിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മ ഡബിൾ ബോയിലിങ് ചെയ്യുന്നില്ല, കണ്ടല്ലോ. ഇങ്ങനെ എല്ലാം ചൂടാക്കിയതിന് ശേഷം നമ്മളെ സ്കാൽപ്പിൽ അത്യാവശ്യം മസാജ് ചെയ്യാട്ടോ. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇത്തിരി സ്പീഡിലാവും, കാരണം നമ്മുടെ വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് 4-5 നമ്മളിപ്പോ ഇന്ന് ഒരുപാട് ഷാമ്പു തേക്കാതെ വെറുതെ നോർമൽ വാഷ് ചെയ്യണ സംഭവം കൊണ്ട് ഒരുപാട് എണ്ണ തേക്കണ്ട. ഒരു പാകതയില്, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മുടിയിൽ ഒരുപാട് എണ്ണ ഇരുന്ന ദോഷാന്നുള്ളത്. അപ്പൊ ഒരു പാകതയിൽ നമ്മള് ഓട്ടിയിൽ തേച്ചതിന് ശേഷം ഇഴകളിലും കുറച്ച് കണ്ടോ, വല്ലാതെ നമ്മളെ മുടി ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്റെയും തലപ്പൊക്കെ ഒരു ഇതില്ലേ, ബലമില്ലേ, പ്രായമായി എൻ്റെ ഒരു ബലം കുറവുള്ള മുടിയാണ് തലപ്പത്തേക്ക്. പക്ഷെ ഇപ്പൊ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് മുടി ഉണ്ടായി കണ്ടു എന്ന് കാണുന്നവർ പറയുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ ദിവസവും കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ തലപ്പത്ത് നമ്മൾ എന്തായാലും കുറച്ച് എണ്ണ തൊട്ട് പരട്ടണം. പിന്നെ സ്കാൽപ്പിൽ തേച്ചത് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കും വേണം. പിന്നെ വെള്ളം കൂടി, ഭക്ഷണം, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വല്ലാതെ കൊഴിച്ചിലുണ്ടെങ്കിൽ തൈറോയിഡ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. പിന്നെ വിറ്റാമിൻ ഡി കയറുന്നുണ്ടോ നോക്കണം. മഴക്കാലം ആവുകൊണ്ട് നമ്മൾ സൂര്യനെ അധികം കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും പുറത്ത് നിന്നിട്ട് ഒന്ന് വെയിൽ കൊള്ളാൻ ശ്രമിക്കണം. അപ്പോൾ ഇത്രയൊക്കെ പറയുകയാണ് അമ്മ. ഇനി ഇതാ നമ്മളിത് എങ്ങനെ തേക്കണം വെച്ചാൽ, ഇന്നത്തെ ആവുകൊണ്ടേ നമ്മളിത് തലേന്നേ കണ്ടോ, ഇത് ഒലിച്ച് ഇറങ്ങി നമ്മൾ, എന്നാലും ഇത് കൊഴുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒലിച്ചിറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് നമ്മളൊരു കോട്ടൺ എടുത്തിരിക്കുകയാണ്. കണ്ടോ, നിങ്ങളൊരു തുണി എന്തേലും എടുത്തോളൂ, അല്ലെങ്കിൽ മുഖത്തു കൂടെ മുഴുവനും ഒലിച്ച് അമ്മയ്ക്ക് ഈ മൈക്കയിലൊക്കെ ആകുക വെച്ചിട്ടാട്ടോ കോട്ടൺ. കണ്ടല്ലോ, നമ്മൾ സ്കാൽപ്പിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ പഞ്ഞിയിൽ മുക്കിയതിന്റെ ശേഷം കണ്ടോ, ഇങ്ങനെ എല്ലായിടത്തും കൂടി ഊട്ടിയിൽ നന്നായിട്ട് ഇത് പിടിപ്പിക്കുക. അത്രയും നല്ലതാണ്. എന്നാലും ഒലിക്കണൊക്കെ ഉണ്ട് കേട്ടോ, എത്ര പിഴിഞ്ഞാലും. അപ്പൊ നമ്മളിത് എല്ലാ ഭാഗത്തു കൂടി ഇങ്ങനെ കോട്ടൺ കൊണ്ട് 4 പൊറിമുടിയുടെ കണ്ടല്ലോ എന്ന് സ്കാൽപ്പില് എല്ലായിടവും നമ്മൾ മുഴുവനായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിതൊരു 20 മിനിറ്റ് ഇരിക്കാൻ സാധിക്കണം. ഒരു 20 മിനിറ്റ് അല്ല, ഇനി 10 മിനിറ്റ് ആയാലും നമ്മള് ഓട്ടിയിലേക്ക് ഇത് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ചെമ്പരത്തിപ്പൂവിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാല്ലേ. ഒരുപാട് മുടി വളർച്ചയെ സഹായിക്കുന്നതാണ് ചെമ്പരത്തിപ്പൂവ്. പിന്നെ ഉലുവയെ പറ്റിയിട്ട് എന്താ, ഉലുവ നമുക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് ഉലുവ തലയ്ക്ക്. അപ്പൊ ഈ 3 കൂടി കൂടുമ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി, മുടിയുടെ സ്പ്ലിറ്റൻഡ് ഒക്കെ മാറി, സ്പ്ലിറ്റൻസേ അടി തലപ്പ പൊട്ടല് അതൊക്കെ മാറി മുടി നല്ല കരുത്തോടു കൂടി വളരാൻ കേട്ടോ. അത് സിമ്പിൾ പാക്കാണ്, നമുക്ക് കാണുന്നവർക്ക് സുഖമാണ് അല്ലേ, സിമ്പിളാണ്. പക്ഷെ ഇത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ ഇനി അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിക്കണ പാക്ക് ചെയ്യില്ല. അവളുടെ ഇതിനെ ബഹുമാനിക്കുന്നുണ്ട്. ഒരു കുട്ടറ കാര്യമാണ് പറയുന്നത്. ചെറിയ കുട്ടി ഉണ്ടാവുമ്പോ തണുപ്പ് വരുമോന്ന്, അവൾക്ക് പനിക്കുമോന്നൊക്കെ പേടി. അപ്പൊ എന്നാ ശരി, വേണ്ട അമ്മ നോർമൽ ചെറിയത് പറഞ്ഞു കൊടുക്കാം. എന്തേ, ഇനിയിപ്പോ നമ്മൾ 17 ആയില്ലേ, ഇനിയിപ്പോ അധികം ദിവസം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇതൊന്നും ഇങ്ങനെ മുക്കണ്ടോ, ഇതിങ്ങനെ മുക്കുക. എന്നിട്ട് നമ്മളെ ഇലയുടെ എല്ലായിടത്തും കൂടി നമുക്കും തന്നെ താണു നിന്ന് കാണിച്ചു തരണ്ട. അപ്പൊ ഇങ്ങനെ എല്ലാവരും തേച്ച് പിടിപ്പിച്ചു എന്റെ ബാക്കിയുള്ളത് ഇഴകളിലും തേച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാം. അപ്പൊ എന്താ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.